നമുക്ക് PV അൻവറിന്റെ ഡിമാൻഡുകൾ എന്തൊക്കെയാണ് നിലവിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 4 ഡിമാൻഡുകളാണ് PV അൻവറിന് പ്രധാനമായുള്ളത്. ആ ഡിമാൻഡുകൾ ഏതൊക്കെയെന്ന് നോക്കുമ്പോൾ അൻവറിന്റെ ഡിമാൻഡിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശം എന്നുള്ളതാണ്. തൃണമൂൽ എന്നുള്ള പാർട്ടിയെ എല്ലാ തരത്തിലും UDF എന്ന മുന്നണിയുടെ ഒരു ഘടകകക്ഷിക്ക് ഏതൊക്കെ തരത്തിലുള്ള പരിഗണന ലഭിക്കുമോ ആ അർത്ഥത്തിലെല്ലാം ഒരു പരിഗണന വേണം തൃണമൂൽ കോൺഗ്രസ് എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ അൻവറിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് 3 നിയമസഭാ സീറ്റാണ്. അതിൽ 3 നിയമസഭാ സീറ്റ് എന്നുള്ള ആവശ്യം അൻവർ ഉന്നയിക്കുമ്പോൾ അതിൽ ജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സീറ്റ് വേണം, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള പോരാട്ടത്തിന് സാധ്യതയുള്ള ഒരു സീറ്റ് എന്നുള്ളതാണ് അൻവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം എന്ന് പറയുന്നു. ഒപ്പം തന്നെ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യവും അൻവർ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അൻവറിന്റെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറയുന്നത് ഒപ്പമുള്ള ആളുകളെ പരിഗണിക്കണം എന്നുള്ളതാണ്. അൻവറിനൊപ്പമുള്ള ആളുകൾക്കും ഈ തരത്തിൽ മറ്റു ബോർഡ് കോർപ്പറേഷനിലേക്ക് ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളിലേക്കൊക്കെ സീറ്റുകൾ അല്ലെങ്കിൽ അവരെ പരിഗണിക്കുന്ന സമയത്ത് PV അൻവറിനൊപ്പമുള്ള ആളുകളെയും പരിഗണിക്കണം എന്നുള്ളതാണ് അൻവർ UDFന് മുൻപാകെ വയ്ക്കുന്ന മറ്റൊരു പ്രധാന ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി 4ാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് ഈ ഉറപ്പുകൾക്കൊക്കെയും ജാമ്യം നിൽക്കണമെന്നുള്ളതാണ്. അതാണ് ഇത്രയുമാണ് PV അൻവർ നിലവിൽ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ എന്ന് പറയുന്നത്. ഈ ഡിമാൻഡുകൾ അംഗീകരിക്കണമെന്നുള്ളതാണ് അൻവർ പറയുന്നത്. പക്ഷേ ഇതൊന്നും തന്നെ ഇതുവരെയും UDF അംഗീകരിച്ചിട്ടില്ല. എന്തായാലും ഇതൊന്നും ഇല്ലെങ്കിൽ അൻവർ ഒരു പക്ഷേ മത്സരിക്കുമെന്നുള്ള തരത്തിൽ തന്നെ അൻവർ എത്തുമോ എന്നുള്ള കാര്യവും പറയാനാകില്ല. ഇപ്പോൾ VD സതീശൻ പറഞ്ഞു കഴിഞ്ഞതിനുള്ള മറുപടിയാണ് ഇനി നമ്മൾ PV അൻവറിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്.